നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പോയിന്റേഴ്സിനെ കുറിച്ചായിരുന്നു. പോയിന്റേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു. വാട്ട് ഈസ് എ പോയിന്റർ, എങ്ങനെയാണ് പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് പോയിന്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്, പോയിന്റേഴ്സ് വഴി എങ്ങനെയാണ് ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, രണ്ട് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഫെമിലിയർ ആയി. ഒന്ന് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആംപർസെൻഡ്, ഇനി ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ സ്റ്റാർ യൂസ് ചെയ്തിട്ട് ആ മെമ്മറി ആക്സസ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ, പോയിന്റർ വെച്ച് പോയിന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ആ വീഡിയോ കണ്ടതിന് ശേഷം, പോയിന്റേഴ്സ് പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, അത് റിപ്പീറ്റഡ് ആയിട്ട് കാണുക, കൺസെപ്റ്റ് നല്ലതുപോലെ മനസ്സിലുറപ്പിക്കുക. ഓക്കെ, സോ നൗ വി വിൽ പ്രൊസീഡ് ടു പോയിന്റേഴ്സ് ആൻഡ് അറേസ്. എങ്ങനെയാണ് അറേസ് പോയിന്റേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നതും പോയിന്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് എലമെൻസിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതും ഒക്കെ നമുക്ക് നോക്കാം. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതെല്ലാം സിമ്പിളായിട്ടുള്ള ഒരു വേരിയബിളിനെ എങ്ങനെയാണ് പോയിന്റേഴ്സ് വഴി റെപ്രസെന്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെ വാല്യൂവിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്നുമാണ്. അറേ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സിനെ എങ്ങനെ പോയിന്റേഴ്സ് വഴി നമുക്ക് ആക്സസ് ചെയ്യാം, ഡിക്ലറേഷൻ എങ്ങനെ, അത് എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒന്നും കൂടി പറയുകയാണ്. അറേ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, സ്ട്രിങ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, സോ അറേ നെയിം ഈസ് എ പോയിന്റർ ടു ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് എ അറേ. എന്ന് പറഞ്ഞാൽ അറേയുടെ പേര് ഈ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് ആണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അറേ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ്, അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ് ആണ് അറേയുടെ പേര് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതൊന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്. സോ ഇത് അത് തന്നെയാണ് പറയുന്നത്. അറേ നെയിം ഈസ് എ പോയിന്റർ ടു ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദി അറേ. അറേയുടെ ഫസ്റ്റ് എലമെന്റിലേക്കുള്ള സ്റ്റാർട്ടിങ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ് അല്ലേ, അപ്പോൾ അതാണ് അതിലേക്കുള്ള പോയിന്റർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, വിൽ സി. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു 1 ഡയമെൻഷണൽ അറേ ആണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ അറേ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. ഇൻറ്റ് x5 ഇസ് ഈക്വൽ ടു കർലി ബ്രാക്കറ്റ്സിൽ 1 2 3 4 5. അത് ഡിക്ലറേഷനിൽ തന്നെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എക്സ് ഓഫ് 5നെ ഞാൻ ഡിക്ലെയർ ചെയ്ത് അവിടെ ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 4, അങ്ങനെ 5 എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്, അതിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻറ്റ്സിനെയും. അപ്പം ഇത് എക്സ് എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ് ആണ്, ഈ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്. സ്റ്റാർട്ടിങ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ്. ആദ്യത്തെ എലമെന്റ് ഏതാ? 1 ഏതാണ്? എക്സ് ഓഫ് 0 ആണ് ആദ്യത്തെ എലമെന്റ്. ഓക്കെ, അതിൻ്റെ അഡ്രസ് ഓഫ് x0, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അറേയുടെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് x0 ആണ്. സോ ലെറ്റ് ഇറ്റ് ബി 1000. നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് 1000 ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1000 ആണെന്ന് വിചാരിക്കുക. സോ എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 1000 ആണ്, അതായത് അഡ്രസ് ഓഫ് x0 1000 ആണ്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. സോ അറേ ഇതാണെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്, ഫോർത്ത്, അങ്ങനെ പോകും. അപ്പോൾ അത് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 4 അല്ലേ, 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 4 വരെ. എക്സ് ഓഫ് 5 ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, പക്ഷേ എക്സ് ഓഫ് 0 തൊട്ട് 4 വരെ അതാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ഓഫ് 0 തൊട്ട് എക്സ് ഓഫ് 4 വരെ. അതിൻ്റെ വാല്യൂസ് അതിൻ്റെ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1 2 3 4 5 ആണ്, കണ്ടു വാല്യൂസ് അതാണ്. ഇനി അതിന് എല്ലാം ഓരോ അഡ്രസ് ഉണ്ട്. എക്സ് ഓഫ് 0യുടെ അഡ്രസ്സ് ബേസ് അഡ്രസ്സ് 1000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ഓഫ് 0യുടെ അഡ്രസ്സ് 1000, എക്സ് ഓഫ് 1 1002, 1004. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? 2 ബൈറ്റ്സ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇൻറ്റിജറിന് 2 ബൈറ്റ്സ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. പറയുന്നത് കൺവെൻഷനലായിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ 2 ബൈറ്റ്സ് എന്നാണ് നിങ്ങളുടെ പഴയ ബുക്കുകളിലും എല്ലാത്തിലും അങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുക. ഞാൻ ഇത് പറഞ്ഞതാണ്. 16-bit പ്രോസസ്സറിൻ്റെ ഇതിൽ യൂസേജ് ഇൻറ്റിജറിന് 2 ബൈറ്റ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് കമ്പൈലേഴ്സ് എല്ലാം തന്നെ മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ബൈറ്റ്സ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി 2 ബൈറ്റ്സ് എന്നുള്ളൊരു രീതിയിൽ പഠിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 ബൈറ്റ്സ്. ഓക്കെ, അപ്പോൾ 1000 ആണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ്. അപ്പം ആദ്യത്തെ എലമെന്റിന് 2 ബൈറ്റ്സ്, 1000ഉം 1001ഉം. ഇനി രണ്ടാമത്തെ വാല്യൂ അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് അടുത്ത ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ 1001 കഴിഞ്ഞിട്ടുള്ള 1002ഉം 1003ലുമായിരിക്കും അടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് 1004ലും
1005 അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ 2 ബൈറ്റ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ കണ്ടതാണ്, പറഞ്ഞതാണ്. ഓക്കെ, സോ 1000 ഈസ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്. ദെൻ സോ നൗ ഇനി ഞാനൊരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യും, ഇൻറ്റ് സ്റ്റാർ പി. അപ്പോൾ അറിയാലോ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യുന്നു. പി എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ പോയിന്ററാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പിയിൽ ഒരു ഇൻറ്റിജറിൻ്റെ അഡ്രസ്സ്, ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പം പി ഈസ് ഈക്വൽ ടു എക്സ്. ഇസ് ഇറ്റ് പോസിബിൾ? അപ്പോൾ പി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? അറേയുടെ പേരാണ്. അറേയുടെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്. അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അറേയുടെ ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ്സ്. ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ x(0), അതൊരു ഇൻറ്റിജർ അല്ലേ, അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. അതിന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 1000. ആ 1000 ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. എന്താ, പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ദിസ്. പി ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് x0. അപ്പം ഇങ്ങനെ എഴുതിയാൽ ഇതിന് ഇക്വലന്റ് ആണ്. പി ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് x0, ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ്, x(0)യുടെ അഡ്രസ് എടുത്ത് പിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇത് വാലിഡ് ആണ്. ഓക്കെ, സോ പി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇനി അപ്പം 2 രീതിയിൽ നമുക്ക് പിന്നെ ഒരു അറേ എലമെന്റിന്റെ അഡ്രസ്സിനെ നമുക്ക് എഴുതാം. ഒരു അറേ എലമെന്റിന്റെ അഡ്രസ്സിനെ നമുക്ക് 2 രീതിയിൽ എഴുതാൻ പറ്റും. സീറോത്ത് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അഡ്രസ്സിനെ നമുക്ക് അഡ്രസ് ഓഫ് x0 എന്ന് എഴുതാം ഒന്നുകിൽ, അതല്ലെങ്കിൽ എക്സ് എന്ന് എഴുതാം. സ്റ്റാർട്ടിംഗ് അഡ്രസ് നമ്മൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ അറേയുടെ പേര് തന്നെയാണ്. ഓക്കെ, അത് 1000 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, 1000 അസ്യൂം ചെയ്തു. ഓക്കെ, സോ എക്സ് എന്ന് പറഞ്ഞാൽ x+0. ഓക്കെ, x+0യും എക്സും ഒന്ന് തന്നെയല്ലേ, അപ്പോൾ x+0 എന്ന് എഴുതാം. സോ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് x1. ഓക്കെ, അഡ്രസ് ഓഫ് x1ന്റെ അഡ്രസ്, അതായത് 1002. ഓക്കെ, അതല്ല എങ്കിൽ നമുക്ക് x+1 എന്ന് എഴുതാം. എക്സിന്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ എക്സിന്റെ കൂടെ 0 കൂട്ടുമ്പോൾ എക്സ് തന്നെ, അത് 1000 ആണ്. എക്സിന്റെ കൂടെ 1 കൂട്ടിയാൽ നമ്മൾ പഠിച്ചതാണ്, പോയിന്ററിന്റെ കൂടെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്താൽ, നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിന്റെ നമ്പർ ഓഫ് ബൈറ്റ്സ് എത്രയാണോ അതിന് വേണ്ടത്, അത് പോയിന്റ് ചെയ്യുന്ന ഇതിന് എത്ര ബൈറ്റ്സ് ആണോ വേണ്ടത് അത്രയും ബൈറ്റ്സ് ആയിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ബൈറ്റ്സ് ആണ് അസ്യൂം ചെയ്തുകൊണ്ട് x+1 എന്ന് പറയുമ്പോൾ 1000ന്റെ കൂടെ 2 ആയിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. 1 കൂട്ടിയാണ് 2 ഇൻക്രിമെന്റഡ് ആയി 1002 ആയിരിക്കും വരുന്നത്. 1002ന്റെ കൂടെ പിന്നെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത്, അപ്പോൾ അഡ്രസ് ഓഫ് x2, സെക്കൻഡ് എലമെന്റ് അഡ്രസ് ഓഫ് x2 1004 ആണ് വരേണ്ടത്. അഡ്രസ് ഓഫ് x2 അല്ലെങ്കിൽ നമുക്ക് x+2 എന്ന് എഴുതാം. അപ്പോൾ x എന്ന് പറയുന്നത് 1000 ആണ്, അതിൻ്റെ കൂടെ 2. ഓക്കെ, അപ്പം 2 എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 ബൈറ്റ്സ് അവിടെ ഇൻക്രിമെന്റഡ് ആവും. അപ്പോൾ 1000 + 4 1004. അപ്പം ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ith എലമെന്റ് എന്ന് പറയുന്നതിനെ നമുക്ക് അഡ്രസ് ഓഫ് xi അല്ലെങ്കിൽ x+i എന്ന് എഴുതാം. ഇത് മനസ്സിലാക്കുക. ഓക്കെ, അഡ്രസ് ഓഫ് xi അല്ലെങ്കിൽ x+i. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. പോയിന്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്, x+i. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ അഡ്രസ്സ് യൂസ് ചെയ്തു. ഇനി ഇതിന്റെ വാല്യൂവിനെ എങ്ങനെ ആക്സസ് ചെയ്യും? ഇപ്പം അഡ്രസ്സിനെ എങ്ങനെ, അറേയുടെ അഡ്രസ്, ഓരോ അറേ എലമെന്റിന്റെയും അഡ്രസ്സിനെ നമുക്ക് എങ്ങനെ എന്നുള്ളതാണ് പറഞ്ഞത്. എങ്ങനെയാണ്? x+i അല്ലേ, എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്, x+i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 0 1 2 3 എന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിന്റെയും അഡ്രസ്സിനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അതിന്റെ വാല്യൂവിനെ എങ്ങനെ ആക്സസ് ചെയ്യും എന്നുള്ളതാണ്. വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ നമുക്ക് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. സ്റ്റാർ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്? അതിനെ ഒരു സ്റ്റാറും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, വിൽ സി. ഓക്കെ, 2 ways to write the address of the array element നമ്മൾ കണ്ടു. ഇനി നമ്മൾ ആക്സസ് ചെയ്യുന്നത് 0th എലമെന്റിനെ ആക്സസ് ചെയ്യാൻ x(0) അല്ലെ, നമ്മൾ സാധാരണ അറേ വെച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, സ്റ്റാർ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിംഗ് അഡ്രസ് അല്ലെങ്കിൽ x+0. ഓക്കെ, അതിന്റെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ പോയിന്റ് ചെയ്യുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ സ്റ്റാർ എക്സ്. ഇനി ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x(1). അപ്പം അതിൻ്റെ പിന്നെ പോയിന്റർ യൂസ് ചെയ്ത് ചെയ്യുകയാണ്, x+1ൽ സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. സെക്കൻഡ് എലമെന്റ് x(2). ഓക്കെ, x+2ൽ സ്റ്റാർ. അപ്പോൾ x+2 എന്ന് പറയുമ്പോഴത്തേക്കും ആ പെർട്ടിക്കുലർ എക്സ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് അഡ്രസ്, നേരത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 + 2 1004 വരും. 1004ന്റെ സ്റ്റാർ, അപ്പോൾ ആ അഡ്രസ്സിൽ പോയിന്റ് ചെയ്യുന്ന അതിൻ്റെ അകത്തുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ith എലമെന്റ് എന്ന് പറഞ്ഞാൽ x(i) എന്ന് നമുക്ക് എഴുതാം,
അതല്ല എങ്കിൽ സ്റ്റാർ എക്സ് പ്ലസ് ഐ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. നമുക്ക് നോക്കാം. നൗ ഇനി നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രിന്റ് എലമെന്റ്സ് ഓഫ് ആൻ അറേ യൂസിങ് പോയിന്റേഴ്സ്. ഒരു അറേയിലുള്ള എലമെന്റ്സിനെ പോയിന്റേഴ്സ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്, ദെൻ മെയിൻ ഞാൻ എഴുതി, ഒരു ഐ ഞാൻ ഫോർ ലൂപ്പോ അല്ലെങ്കിൽ ലൂപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഞാൻ അത് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ എക്സ് ഓഫ് 5 ഇസ് ഈക്വൽ ടു നേരത്തെ പോലെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു 59637. എൻ്റെ വാല്യൂസ് എല്ലാം കൊടുത്തു. ഇനി ഞാൻ ഒരു ലൂപ്പിൽ 5 പ്രാവശ്യം, 5ആണ് ഇതിൻ്റെ അകത്തുള്ളത്, അപ്പോൾ 5 പ്രാവശ്യം ഇതിൻ്റെ അകത്ത് വാല്യൂസിനെ പ്രിന്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2 ആ വാല്യൂസിനെ പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സ് ഓഫ് %d ആ ഐയുടെ വാല്യൂ ആണ് ഇവിടെ വരുന്നത് അല്ലേ, ഐയുടെ വാല്യൂ. അപ്പം എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2 അങ്ങനെ എല്ലാ വാല്യൂസും പ്രിന്റ് ചെയ്യും. ഈക്വൽ ടു അപ്പം ആ വാല്യൂ പ്രിന്റ് ചെയ്യുക. ഇത് അതേപോലെ പ്രിന്റ് ചെയ്യാൻ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1 അങ്ങനെ പ്രിന്റ് ചെയ്യാൻ ഈ %d ഇവിടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ. എക്സ് ഓഫ് 0 എന്താണ്, അപ്പം എക്സ് പ്ലസ് 0 സ്റ്റാർ, ഫസ്റ്റ് എലമെന്റ് എക്സ് പ്ലസ് 1 അതിൻ്റെ സ്റ്റാർ. അപ്പം ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യും. ഓക്കെ, ദെൻ 2ൽ എക്സ് പ്ലസ് 2 അതിൻ്റെ സ്റ്റാർ, അങ്ങനെ എല്ലാ എലമെൻറ്റും. അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് അങ്ങനെ എല്ലാ എലമെൻറ്റിനെയും പ്രിന്റ് ചെയ്യുന്നു. സോ ദ ഔട്ട്പുട്ട് വുഡ് ബി ലൈക്ക് ദിസ്. സോ ഇതിന് പകരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് ഐ എന്ന് എഴുതാം. സാധാരണ രീതിയിൽ പോയിന്റേഴ്സ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്, എക്സ് ഓഫ് ഐ. ഓക്കെ, എക്സ് ഓഫ് ഐ സ്റ്റാർ എക്സ് പ്ലസ് ഐ എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് ഓഫ് ഐ. അപ്പോൾ ഇത് വേണ്ട പോയിന്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ. ഓക്കെ, സോ അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരും. എക്സ് ഓഫ് 0, 5. ഇത് ഈ എക്സ് ഓഫ് 0 എന്ന് പ്രിന്റ് ചെയ്യാനാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2 എന്ന് പ്രിന്റ് ചെയ്യാൻ. ഞാൻ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ %d ഈ സ്റ്റാർ എക്സ് പ്ലസ് ഐ. ഇവിടെ ഈ ഐ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ, 0, 1, 2, 3, 4. ഇവിടെ എക്സ് പ്ലസ് ഐ അതിൻ്റെ കണ്ടന്റ്. അപ്പോൾ ആദ്യത്തെ കേസിൽ എക്സ് പ്ലസ് 0 എന്നാൽ നേരത്തെ കേസ് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 കണ്ടന്റ്, 1000ൻ്റെ കണ്ടന്റ് 5. ഓക്കെ, എക്സ് പ്ലസ് ഐ, എക്സ് പ്ലസ് 1 അപ്പം 1002 അഡ്രസ്സിൽ ഉള്ള കണ്ടന്റ് 19. പിന്നെ 1004ലുള്ള കണ്ടന്റ് 6, 1006ലുള്ള കണ്ടന്റ് 3. അങ്ങനെ എല്ലാ എലമെൻറ്റിനെയും പ്രിന്റ് ചെയ്യുന്നു. സോ ഇനി നമുക്കിത് വൈൽ ലൂപ്പിൽ തന്നെ ആവണം എന്നില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. എളുപ്പം ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ക് യൂസ് ചെയ്യുക. ഫോർ ലൂപ്പാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഫോർ ഐ = 0, ഐ < 5, ഐ++. അപ്പോൾ 0 to 4 വരെ ഇത് വരെ ചെയ്യുന്നു. ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് അതേ കണക്ക് തന്നെ ഇവിടെ ഇട്ടിരുന്നാൽ മതി. ഐ ഇൻക്രിമെന്റ് ചെയ്യാൻ സെപ്പറേറ്റ് വേണ്ട, ഇതിൻ്റെ അകത്ത് തന്നെ ഇൻക്രിമെന്റ് ചെയ്തോളൂ. ഐ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ട, ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ വേണമെങ്കിൽ ഇതിനെ റീപ്ലേസ് ചെയ്യാം. ഈ വൈൽ ലൂപ്പിനെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്ത് ഇതിനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് ആ എലമെന്റ്സിനെ സം ചെയ്യുന്നു. എല്ലാ അറേ എലമെന്റ്സിനെ സം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ്. പ്രീ പ്രോസസർ ഡയറക്റ്റീവ് മെയിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പോലെ ഐ ഇനിഷ്യലൈസ് ചെയ്തു വൈൽ ലൂപ്പിന് വേണ്ടിയിട്ട്. ദെൻ സം ഞാൻ ഇനിഷ്യലൈസ് ചെയ്ത് 0 ആക്കി അല്ലേ. സം എപ്പോഴും നമ്മൾ 0 ഇനിഷ്യലൈസ് ചെയ്യണം. പ്രോഡക്റ്റ് ആണെങ്കിൽ 1 ഇനിഷ്യലൈസ് ചെയ്യണം, സം ആണെങ്കിൽ 0 ഇനിഷ്യലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0 ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ഞാൻ അറേ ഡിക്ലെയർ ചെയ്തു. 5 എലമെന്റ്സ് നേരത്തെ പോലെ ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂസിനെയും ഞാൻ ആക്സസ് ചെയ്ത് സമ്മിലേക്ക് ആഡ് ചെയ്യുകയാണ്. സം = സം പ്ലസ് സ്റ്റാർ എക്സ് പ്ലസ് ഐ. അപ്പോൾ ആദ്യം എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ. ഓക്കെ, സ്റ്റാർട്ടിങ് അഡ്രസ്സിലെ കണ്ടന്റ്. അപ്പോൾ ആദ്യത്തെ എലമെന്റ് 5 അത് ആഡ് ചെയ്യും. അടുത്ത വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ രണ്ടാമത്തെ എലമെന്റ് എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ 9ൻ്റെ അഡ്രസ്സ്. ഓക്കെ, അതിൻ്റെ സ്റ്റാർ അപ്പം 9. അപ്പോൾ അതും കൂടി ആ 5ൻ്റെ കൂടെ ആഡ് ചെയ്യും. പിന്നെ അതിനുശേഷം 6ൻ്റെ അഡ്രസ്സ്. അപ്പോൾ എക്സ് പ്ലസ് 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടന്റ് ഇപ്പോൾ 6 ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ എലമെൻറ്റും ആഡ് ചെയ്ത് പോകും. ഓക്കെ, സോ ഫൈനലി ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരുമ്പം സമ്മിൽ അതിൻ്റെ ടോട്ടൽ ഉണ്ടാവും, ആ വാല്യൂവിനെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാർ എക്സ് പ്ലസ് ഐക്ക് പകരം നമുക്ക് സാധാരണ അറേ ആയിട്ട് യൂസ് ചെയ്യായിരുന്നെങ്കിൽ എക്സ് ഐ എന്ന് യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ പോയിന്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്തത്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. സം = 30. ആ വാല്യൂസിനെ എല്ലാം സം ചെയ്തിട്ട് ഇനി
ഫോർ ലൂപ്പ് വേണമെങ്കിൽ വൈൽ ലൂപ്പിന് പകരം ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ആ സ്റ്റേറ്റ്മെൻറ്റ് ആ ഫോർ ലൂപ്പിൽ ഇട്ടിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഇനി എലമെൻറ്റും വാല്യൂവും അതിൻ്റെ അഡ്രസ്സും കൂടി പ്രിൻറ്റ് ചെയ്യണം. ഒരു ടാബുലാർ ഫോമിൽ നമുക്ക് അതിൻ്റെ എലമെൻറ്റ്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ അഡ്രസ്സും കൂടി നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ദ കേസ്. നേരത്തെ പോലെ തന്നെ പിന്നെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണ്. So sum is equal to 0, I is equal to 0, x of I, okay, printf element value address. So while I less than 5, so അതിൻ്റെ അകത്തുള്ള എല്ലാ ഇതിനെയും ഇപ്പോൾ x of 0 അതിൻ്റെ വാല്യൂ, അതിൻ്റെ അഡ്രസ്. ഓക്കെ, 0 പ്രിൻറ്റ് ചെയ്യാനിത്, പിന്നെ അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ സ്റ്റാർ എക്സ് പ്ലസ് ഐ നേരത്തെ പോലെ. ഇനി അതിൻ്റെ അഡ്രസ്സ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യും? എക്സ് പ്ലസ് ഐ തന്നെയാണ് അതിൻ്റെ അഡ്രസ്സ്. അതിൻ്റെ കണ്ടന്റ് വരുമ്പോഴല്ലേ സ്റ്റാർ വരുന്നത്. അപ്പോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് വരുമ്പോൾ തന്നെ ആ അഡ്രസ് ഐ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ്. ഓക്കെ, എക്സ് പ്ലസ് 0 സ്റ്റാർട്ടിങ് അഡ്രസ്, എക്സ് പ്ലസ് 1 ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സെക്കൻഡ് എലമെൻറ്റിൻ്റെ അഡ്രസ്, എക്സ് പ്ലസ് 2 സെക്കൻഡ് എലമെൻറ്റിൻ്റെ തേർഡ് എലമെൻറ്റിൻ്റെ അഡ്രസ്, ഫോർത്ത് എലമെൻറ്റ്, അങ്ങനെ എല്ലാ എലമെൻറ്റിൻ്റെയും അഡ്രസ്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇത് സം നേരത്തെ കോപ്പി ചെയ്തെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ സമ്മ് വേണമെങ്കിൽ കണ്ടുപിടിക്കുക, ഇവിടെ ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ കണ്ടുപിടിച്ച് നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ എക്സ് ഓഫ് ഐ ഇതല്ല ഇത്. ഓക്കെ, സോ എക്സ് ഓഫ് ഐ എന്ന് പറയുന്ന ഇതിന് നമുക്ക് വേണമെങ്കിൽ എക്സ് ഓഫ് ഐ എന്ന് നമ്മൾ അറേ യൂസ് ചെയ്തായിരുന്നു. ഇങ്ങനെയാണ്. പോയിന്റർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി അഡ്രസ് ഓഫ് എക്സ് ഐ, ആ ഐത്ത് എലമെൻറ്റിൻ്റെ അഡ്രസ്, അപ്പോൾ അതിൻ്റെ നമുക്ക് പോയിന്റർ യൂസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഐ എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, സി ദ ഔട്ട്പുട്ട്. അപ്പം എലമെൻറ്റ് എക്സ് ഓഫ് 0 അതിന് വേണ്ടിയിട്ടാണിത്. ഓക്കെ, ദെൻ വാല്യൂ 5 അതിനാണിത്. ഒരു ടാബ് സ്പേസ് കൊടുത്ത് /t കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു /t കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അഡ്രസ്സ് %u അൺസൈൻഡ് ഇൻറ്റീജറായിട്ട് ചെയ്തിട്ടുണ്ട്, എക്സ് പ്ലസ് ഐ. ഓക്കെ, അപ്പം ഇതൊരു അസ്യൂം ചെയ്ത് ഒരു വാല്യൂ ഇട്ടിരിക്കുന്നതെന്ന് കൂട്ടിക്കോളും, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ആക്ച്വൽ നമ്പർ എന്ന് കൂട്ടുക. ഓക്കെ, സോ ചിലപ്പോൾ ഹെക്സാഡെസിമൽ വാല്യൂസ് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ റൺ ചെയ്യുന്നതിനനുസരിച്ച് മാറും. പല വാല്യൂസ് ആയിരിക്കും വരുന്നത് അതിൻ്റെ സ്റ്റോറേജ് അഡ്രസ്. ഈ സമ്മ് 30 പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഇതിനെയും വേണമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പിലേക്ക് മാറ്റാം. ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.